എന്റെ പ്രിയമുള്ളവരെ, അങ്ങനെയാണ് തൗബ ചെയ്യേണ്ടത്. തൗബ ചെയ്യുന്ന ഒരു മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എന്താണ്? തൗബ ചെയ്ത ഒരു മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എന്താ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇദാ മാത ശാബുൻ തായിബുൻ യർഫഉല്ലാഹുൽ അദാബ അൻ മഖാബിരിൽ മുസ്ലിമീൻ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഏതെങ്കിലും ഒരു മനുഷ്യനെ തൗബ ചെയ്തിട്ട് മരണപ്പെട്ടാൽ, ഏതെങ്കിലും ഒരു മനുഷ്യനെ തൗബ ചെയ്തിട്ട് മരണപ്പെട്ടാൽ ആ മനുഷ്യന്റെ മയ്യത്ത് പള്ളിപ്പറമ്പിലേക്ക് കബറടക്കാൻ കൊണ്ടുപോകുമ്പോ ഇന്നീ സദസ്സിലിരിക്കുന്ന ഞാൻ ഉൾപ്പെടെ നമ്മൾ ആരെങ്കിലും ഇന്നുവരെ ജീവിതത്തിൽ ചെയ്തു പോയത് മുഴുവനും പടച്ച റബ്ബിന്റെ മുന്നിൽ ഇവിടെ വെച്ച് ഏറ്റു പറഞ്ഞിട്ട് ഇന്ന് ഇവിടെ ഇരുന്നും മരിച്ചുപോയെന്ന് കരുത്. നാളെ പായിപ്പാട് പള്ളിയുടെ ഖബർസ്ഥാനിൽ നിങ്ങളെ മയ്യത്ത് കബറടക്കാൻ കൊണ്ടുവരുമ്പോ ഈ തൗബ ചെയ്ത നിന്റെ ജനാസ പള്ളിപ്പറമ്പിൽ കൊണ്ടുപോകുമ്പോ അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാണ്, 40 ദിവസത്തോളം കബറാളികളുടെ ശിക്ഷ അല്ലാഹു ഉയർത്തുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. ആരുടെ മഹത്വമാ? ഹാഫിളിന്റെയും ആലിമിന്റെയും അതുപോലെ തന്നെ പള്ളി കെട്ടിക്കൊടുത്തവന്റെ പ്രതിഫലമല്ല. ഈ സദസ്സിലിരിക്കുന്ന നമ്മൾ ആരെങ്കിലും ജീവിതത്തിൽ ചെയ്തു പോയ ഒരു പാവം സമ്മതിച്ചു, റബ്ബേ അല്ലാഹുവേ ഞാൻ ചെയ്തത് തെറ്റാ റബ്ബേ, ഇനി ചെയ്യില്ല പടച്ചവനെ, ഇനി നിന്നെ മറന്ന് ഞാൻ നടക്കൂല എന്ന് ആത്മാർത്ഥമായി തൗബ ചെയ്ത ആരെങ്കിലും ഒരാൾ ഇന്ന് മരിച്ചുപോയി അവന്റെ മയ്യത്ത് ഈ പറമ്പിൽ കൊണ്ടുപോയാൽ ഈ പായിപ്പാട് പള്ളിയുടെ ഖബർസ്ഥാനിൽ ആരൊക്കെ കിടക്കുന്നു 40 ദിവസത്തോളം അവരുടെ ഖബറിൽ നിന്ന് അദാബ് അല്ലാഹു മാറ്റുമെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ തൗബ ചെയ്തവന്റെ മയ്യത്ത് കൊണ്ടുപോകുമ്പോ ഖബറിൽ കിടക്കുന്നവൻ ഈ പ്രതിഫലമാണെങ്കിൽ ഈ ചെയ്തവൻ എന്തായിരിക്കും പ്രതിഫലം? ഈ പള്ളിപ്പറമ്പിൽ കിടക്കുന്ന മയ്യത്തുകൾ ഈ തൗബ ചെയ്തവന്റെ മഹത്വം കൊണ്ട് അവര് രക്ഷപ്പെടുമെങ്കിൽ 40 ദിവസത്തോളം അവരുടെ അദാബ് അല്ലാഹു മാറ്റുമെങ്കിൽ ഈ കൊണ്ടുപോകുന്നവന്റെ അവസ്ഥ എന്തായിരിക്കും? അവൻ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എന്തായിരിക്കും? അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അതുകൊണ്ട് പാവങ്ങൾ ചുമന്നുകൊണ്ട് നടക്കുന്നവരാകരുത്. ഇങ്ങനെ പാവങ്ങൾ ചെയ്ത് ചിരിച്ചും കളിച്ചും തമാശകൾ പറഞ്ഞിങ്ങനെ നടക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചെയ്തു പോയ പാവങ്ങൾ അല്ലാഹുവിന്റെ മുന്നിൽ പൊട്ടിക്കരഞ്ഞ് ഏറ്റു പറയാൻ കഴിയണം. എങ്ങനെ പറയണം? ചിരിച്ചിങ്ങനെ നടക്കാം, തമാശയും കോമഡിയും പറഞ്ഞ് പല കാര്യങ്ങളുമായി ചിരിച്ച് കളിച്ചുകൊണ്ട് മരണചിന്തയില്ലാതെ ഖബറിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും ഒരു ചിന്തയുമില്ലാതെ ഇങ്ങനെ ജീവിക്കുന്ന കാലം അടിച്ചുപൊളിച്ച് ജീവിക്കണമെന്ന് പറഞ്ഞ് നടക്കുന്നവർ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മുത്തുനബി അവിടുന്ന് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഒരുപാട് കളിച്ച് ചിരിച്ച് നടക്കുന്നവരോട് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, വലാ തുഖ്രിസുല്ല വലാ തുഖ്സിറുൽ ലഹിക ഫഇന്ന കസറത്തുൽ ലഹിക തുമീതുൽ ഖൽബ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അധികം നിങ്ങൾ ആരും ചിരിക്കരുത്, നിങ്ങൾ അധികമായിട്ട് ചിരിക്കരുത്. ഒരുപാട് ചിരിക്കുന്നവന്റെ ഹൃദയം കഠിനമായി പോകും, അവന്റെ ഹൃദയം കട്ടിയായി പോകും, അവന്റെ ഹൃദയം മരിച്ചു പോകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അധികമായിട്ട് നിങ്ങൾ ചിരിക്കല്ലേ, അധികമായിട്ട് നിങ്ങൾ ചിരിക്കല്ലേ. എനിക്കറിയുന്ന കാര്യങ്ങളെങ്ങാനും നിങ്ങൾക്കറിയുമായിരുന്നെങ്കിൽ നിങ്ങൾ പിന്നെ ജീവിതത്തിൽ ഒരിക്കലും ചിരിക്കില്ലായിരുന്നു. അധികം അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, എനിക്കറിയുന്ന കാര്യങ്ങൾ നിങ്ങൾക്കറിയുമായിരുന്നെങ്കിൽ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മിഅ്റാജിന്റെ രാത്രിയിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ പോയല്ലോ. ഇസ്രാഇന്റെയും മിഅ്റാജിന്റെയും രാത്രി അല്ലാഹുവിന്റെ പ്രവാചകൻ ഇങ്ങനെ അതാ തന്റെ വീട്ടിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്ക് അവിടുന്ന് 7 ആകാശം കടന്ന് പടച്ച റബ്ബിനെ കാണാൻ പോയല്ലോ. സുബ്ഹാനല്ലദീ യസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പരിചയപ്പെടുത്തി ഇസ്രാഉം മിഅ്റാജും നടന്ന രാത്രിയുണ്ടല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 7 ആകാശം കടക്കുമ്പോൾ അല്ലാഹുവേ മലക്കുകൾ മുത്തുനബിയെ സ്വീകരിക്കുകയാണ്. എല്ലാ മലക്കുകളും സ്വീകരിക്കുകയാണ്. എല്ലാ കവാടങ്ങളും തുറന്നിട്ടുകൊണ്ട് മലക്കുകൾ മുഴുവനും വലിയ സന്തോഷത്തിലാ. എല്ലാവരും അല്ലാഹുവിന്റെ പ്രവാചകനെ എല്ലാവരും സ്വീകരിച്ച് ആനയിച്ചുകൊണ്ട് ഓരോ കവാടങ്ങളും കടത്തി വിടുമ്പോ റസൂലുള്ള നോക്കുമ്പോ ഒരേ ഒരു മലക്കിരുന്ന് കരയുകയാണ്. ഒരേ ഒരു മലക്ക് ഇങ്ങനെ തലതാഴ്ത്തി പിടിച്ചിരിക്കുകയാണ്. ആ മലക്കാരോടും സംസാരിക്കുന്നില്ല, ആ മലക്കാരോടും ആരുടെ മുഖത്തും നോക്കുന്നില്ല. ആ
മലക്കിനൊരു സന്തോഷവുമില്ല. അള്ളാന്റെ റസൂലിന് അത്ഭുതമായി, ആരാ പടച്ചവനെ? എല്ലാരും സന്തോഷിക്കുന്നു, ചിരിക്കുന്നു, പക്ഷേ ഒരേ ഒരു മലക്ക് മാത്രം ചിരിക്കുന്നില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ ചോദിക്കുന്നു, ജിബ്രീലേ, ആരാണ് ജിബ്രീലേ? ആയിരിക്കുന്ന മലക്കാരാണ് ജിബ്രീലേ? യാ റസൂലല്ലാഹ്, അത് നരകത്തിന്റെ കാവൽക്കാരനായ മാലിക്കെന്ന മലക്കാണ് നബിയേ. ആ മലക്ക് ജീവിതത്തിൽ എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ റസൂല് ചോദിക്കുന്നു, എന്തേ ചിരിക്കാത്തത്, എന്തേ സന്തോഷിക്കാത്തത്? മുഖത്തൊരു സന്തോഷം കാണുന്നില്ലല്ലോ. അള്ളാഹുവിന്റെ റസൂല് ചോദിക്കുമ്പോ നരകത്തിന്റെ കാവൽക്കാരനായ മാലിക്കെന്ന മലക്ക് പറയുന്നു, യാ റസൂലല്ലാഹ്, ചിരിക്കണമെന്നുണ്ട് നബിയേ, ചിരിക്കണമെന്നുണ്ട് നബിയേ. പക്ഷേ ചിരിക്കുമ്പോ കണ്ണിലൂടെ കണ്ണുനീര് വരികയാണ്. ചിരിക്കുമ്പോ കണ്ണിലൂടെ കണ്ണുനീര് വരികയാ. കാരണം എന്തെന്നറിയുമോ? ഖിയാമത്ത് നാൾ വരെ എനിക്ക് ചിരിക്കാൻ കഴിയില്ല. ഖിയാമത്ത് നാൾ വരെ എനിക്ക് ചിരിക്കാൻ കഴിയില്ല. എന്തുകൊണ്ടെന്നറിയുമോ? അള്ളാന്റെ അദാബുകൾ കൊണ്ട് നിറച്ച നരകമുണ്ടല്ലോ, ആ നരകം ഞാനൊന്ന് കണ്ടുപോയി നബിയേ. എന്റെ പ്രിയമുള്ളവരെ, നരകം കണ്ടത് കാരണം മരിക്കുന്ന കാലം വരെ ആ മലക്ക് ചിരിക്കില്ല എന്ന് ചരിത്രം പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ വല്ലാത്ത ചിരിയിലാണ്. എങ്കിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ നടന്ന അനസ് റളിയല്ലാഹു തആല അൻഹു അവിടെന്ന് പറയുന്നു, യാ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു അവിടെന്ന് പറയുന്നു, യാ അയ്യുഹന്നാസ് ഉബ്കൂ ഫഇല്ലമ തബ്കൂ. അല്ലാഹുവേ, അവിടെന്ന് മഹാനവറുകൾ പറയുന്നു, നിങ്ങൾ കരയണേ, നിങ്ങൾ കരയണേ. കരച്ചിൽ വരുന്നില്ലെങ്കിൽ കരയുന്നവരെ പോലെ അഭിനയിക്കണേ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു, നിങ്ങൾ ദുആ ചെയ്യുമ്പോ കരയണം, നിങ്ങൾ ദുആ ചെയ്യുമ്പോ കരയണം. കരച്ചിൽ വരുന്നില്ലേ, നിങ്ങൾ അഭിനയിക്കുന്ന നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ദുആ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കരയണം. നിങ്ങൾക്ക് കരച്ചിൽ വരുന്നില്ലെങ്കിൽ നിങ്ങൾ കരയുന്നവരെ പോലെ അഭിനയിക്കണം. ഇല്ലെങ്കിലോ ഫഇന്ന അഹ്ലന്നാരി യബ്കൂർ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്ന, നരകവാസികൾ കരഞ്ഞ് കരഞ്ഞ്, നരകത്തിൽ കിടക്കുന്നവർ കരഞ്ഞ് കരഞ്ഞ്, അവരുടെ മുഖത്തുകൂടെ ചാലുകൾ കാണാം. മഴവെള്ളപ്പാച്ചിലിൽ വെള്ളം ഇങ്ങനെ ഒഴുകുന്ന ചാലുണ്ടല്ലോ, ഓടയുണ്ടല്ലോ, അതാ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരിങ്ങനെ ഒഴുകി ഒഴുകി അവരുടെ മുഖത്ത് ചാലുകൾ കാണാം. റസൂലുള്ള പറയുകയാണ്, അല്ലാഹുവേ, അവസാനം കരഞ്ഞ് കരഞ്ഞവരുടെ കണ്ണുനീര് വറ്റിപ്പോയിട്ട് അവരുടെ കണ്ണുകളിൽ നിന്ന് രക്തം ഇങ്ങനെ ഒലിക്കുകയാണ്. അവരുടെ കണ്ണിൽ നിന്ന് രക്തമൊലിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറഞ്ഞു തരുമ്പോൾ, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമുക്ക് കരയാൻ കഴിയണം. കരയുന്നത് വെറുതെയല്ല, കരയുന്നത് കൊണ്ട് പ്രയോജനമുണ്ട്. കരയുന്നതിലൂടെ നമ്മുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീര് പടച്ച റബ്ബേ നരകത്തെ കുറിച്ച് ഓർത്തിട്ട് കരഞ്ഞാൽ നമുക്ക് കരയുന്നതിലൂടെ റബ്ബ് തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, എന്റെ പ്രിയപ്പെട്ടവരെ, ചെയ്തു പോയ തെറ്റിന്റെ പേരിൽ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീര് താഴെ വീണാൽ അല്ലാഹു നമുക്ക് തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, കണ്ണുനീരിന് 5 പ്രതിഫലമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ചെയ്തു പോയ തെറ്റിന്റെ പേരിൽ അള്ളാഹുവിന്റെ മുന്നിൽ പശ്ചാത്തപിച്ചു മടങ്ങുന്ന ഒരു മനുഷ്യൻ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചെയ്തു പോയ തെറ്റിന്റെ പേരിൽ പശ്ചാത്തപിച്ച് കരയുന്ന ഒരു മനുഷ്യൻ, നമ്മുടെ കണ്ണിൽ നിന്ന് വീഴുന്ന ഒരു തുള്ളി കണ്ണുനീരിന് 5 പ്രതിഫലം അള്ളാഹു നൽകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ